വായിച്ചിട്ടുണ്ടോ? അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടുണ്ടോ? വേദം നീ വായിച്ചിട്ടുണ്ടോ? അതിൽ ജാതി എത്രയെന്ന് നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? എന്മാനെ കൂട്ടു സ്നേഹിത, എന്മാനെ കൂട്ടു സ്നേഹിത. ഇതൊരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ എഴുതപ്പെട്ട പാട്ടുകളാണ്. ഈ വരികളുടെ പ്രസക്തിയാണ് PRDSന്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് കേൾക്കേണ്ടത് കുഞ്ഞുമക്കളാണ്. കാരണം സദാശിവ മാഷ് ഞാൻ പുള്ളിക്കാരനോട് സംസാരിച്ചിരുന്നു. ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ആത്മീയതയ്ക്കുള്ള ഒരേ ഒരു മാർഗം PRDS പോലെയുള്ള വളരെ ചെറിയ ഇപ്പൊ PRDS വളരെ ചെറിയ സംഘടനയല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് സംഘടനകൾ നമുക്കുണ്ടല്ലോ. PRDS സംഘടനകളിൽ നിന്ന് മാറി അതൊരു ആത്മീയ വഴിയായി തന്നെ നിലനിൽക്കുന്നത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് PRDSന്റെ യുവജന സംഘം അവരുടെ ഒരുപാട് പ്രൊജക്ടുകളെ കുറിച്ച് ഞാൻ വായിക്കുകയും മനോജേട്ടനെ നേരിട്ട് വന്ന് കാണുകയും നമ്മൾ ഒരുപാട് നേരങ്ങളിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോ PRDS പോലെയുള്ളൊരു സംഘടന എന്ന് ഞാൻ അതിന് പറയുന്നില്ല. ഇതൊരു ദൈവിക വഴിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇങ്ങനെയൊരു വേദിയിൽ എനിക്ക് വരാൻ പറ്റിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറയാൻ വന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് പോലെ ജാതി എന്ന വിഷത്തെ ഇവിടെ നിന്ന് തുടച്ചു നിൽക്കാതെ ഏത് വൈദേശിക മതങ്ങളും നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ അത് ജാതിയിൽ അധിഷ്ഠിതമായി മാത്രമേ ഉറക്കാകുകയുള്ളൂ. അതങ്ങനെയാണ് പണിയെടുക്കുന്നത്. അതിന് ഒരു ബദൽ വ്യവസ്ഥ തന്നെയാണ് PRDS എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാതിരഹിത, മതരഹിത, അതേപോലെ തന്നെ ആത്മാഭിമാനവും ജനങ്ങളുടെ കൂട്ടായുള്ള അധ്വാനത്തിന്റെയും ഫലമാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന ഈ PRDSന്റെ ഭാവി വളർച്ചയ്ക്കും ഇനിയും പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പുവരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മാത്രമേ കൂടുതൽ കൽപ്പിട്ട് വന്നിരിക്കുന്നത്. ഞാൻ വേളയിലേക്ക് മാറുന്നതാണ്. ഭാവിയിലുള്ള എല്ലാ വർക്കുകൾക്കും എന്റെ എല്ലാവിധ ആശംസകളും. എനിക്കിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഏറ്റവും ബഹുമാനിയായ ഒരു സാമൂഹിക നിരീക്ഷകനും ഒരു സിനിമ ആക്ടറും കൂടിയായ ഒരു ബഹുമാനപ്പെട്ട വ്യക്തി ഇന്ന് മരണപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പുള്ളിക്കാരന്റെ മരണത്തിന്റെ ചടങ്ങുകളിലേക്ക് പോകുന്നത് കൊണ്ട് മാത്രം ഞാൻ വേഗം പോവുകയാണ്. പക്ഷെ അതിലേക്ക് വലിയ രീതിയിൽ കൂടുതൽ പാട്ടുകളോടും കൂടി സന്തോഷിക്കുന്നതിലേക്ക് നമുക്ക് കാണാം. ജയ് ഭീം.